സിറ്റുവേഷൻ ഉണ്ടായാൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ പോലും പറ്റാത്ത പോലെ ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. 12 ബോർ ഗണ്ണുണ്ട്. 10-നും 15-നും ഇടയ്ക്ക് ആനകൾ ഇപ്പോൾ സാധാരണയായിട്ട് എല്ലാ ദിവസവും ജനവാസങ്ങളോട് ചേർന്ന് കാണാറുണ്ട്. മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് വന്യജീവി ശല്യം. കാട്ടാന ആക്രമണമാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഏകദേശം ഒരു 15ഓളം ആനകളാണ് ഈ ഒരു മേഖലയിലുള്ളത്. അപ്പോൾ നമ്മുടെ RRT സംഘമെല്ലാം അതുപോലെ തന്നെ സജീവമാണ് ഇവിടെ. നമ്മളോടൊപ്പം മൂന്നാർ റേഞ്ച് ഓഫീസർ ബിജു എസ് സാറുണ്ട്. അപ്പോൾ സാറിനോട് നമുക്ക് കുറച്ച് ഇതേക്കുറിച്ച്, പ്രത്യേകിച്ച് വേനൽക്കാലമാണ്, ആനശല്യം കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഏകദേശം എത്ര ആനകൾ ഉണ്ടായിരിക്കും സാറേ ഈ ഒരു ഭാഗത്ത്? എല്ലാ ദിവസവും അതിൻ്റെ എണ്ണം ഒരേപോലെ ആയിരിക്കില്ല. കാരണം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആനകൾ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പം ഒരു 10-നും 15-നും ഇടയ്ക്ക് ആനകൾ ഇപ്പോൾ സാധാരണയായിട്ട് എല്ലാ ദിവസവും ജനവാസ മേഖലയോട് ചേർന്ന് കാണാറുണ്ട്. അപ്പോൾ ഈ പടയപ്പ ഈ അടുത്ത് മതപ്പാടിലാണ് എന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വാർത്തകൾ വന്നു. ശരിക്കും പറഞ്ഞാൽ പടയപ്പ വീണ്ടും ട്രെൻഡിങ്ങിലായി എന്ന് വേണം പറയാൻ. അപ്പോൾ വിനോദസഞ്ചാരികൾ വരുമ്പോൾ ഇപ്പം എങ്ങനെയാണ് ആ ഒരു വാർത്തയോടെ, എങ്ങനെ ഒരു ഭയത്തോടെയാണോ അതോ വീണ്ടും പടയപ്പ എവിടെയെന്ന് ചോദിച്ചിട്ടാണോ വരുന്നത്? ഏത് രീതിയിലാണ് അവരുടെ ഒരു സമീപനം? അതിൽ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ RRT സംഘം പൂർണ്ണമായിട്ടും പടയപ്പയെ നിരീക്ഷിച്ചു വരികയാണ്. അപ്പോൾ ഈ അമിതമായിട്ട് കിട്ടുന്ന ഒരു വാർത്താ പ്രാധാന്യം ഈ കൂടുതൽ ആളുകളെ ഈ സ്ഥലത്തേക്ക് ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ഈ ഫോട്ടോ എടുക്കാനും മൊബൈലിൽ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് കൂടുതൽ ആളുകൾ ഈ ആനയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മളതിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് ആളുകളെ. ആനക്കമ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കൂടി വരുവാണ്. അപ്പം ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അതേപടി ഒന്ന് ഗ്രഹിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പം വരുന്ന മറ്റൊരു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികളോട്, പ്രത്യേകിച്ച് കാടില്ലാത്ത മേഖലകളിൽ നിന്ന് വരുന്നവരോട് എന്താ പറയാനുള്ളത്? അല്ല, നമ്മൾ ഇവിടെ എത്തുന്ന ആളുകൾ ആനയെ കാണരുതെന്ന് നമ്മൾ പറയില്ല. അവർ ഒരു നിശ്ചിത അകലത്തിൽ നിന്ന്, അല്ലെ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് ആനകളെ കാണുന്നതിലും നമുക്ക് എതിർപ്പില്ല, അല്ലെ ഫോട്ടോ എടുക്കുന്നതിൽ എതിർപ്പില്ല. പക്ഷേ ഈ കൂടുതൽ അടുത്ത ഒരു അപകടകരമായ സിറ്റുവേഷനിലേക്ക് എത്തുന്നത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതുപോലെ ഈ ആളുകളുടെ തിരക്ക് കൂടി ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം അവിടെ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ പോലും പറ്റാത്ത പോലെ ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. നിലവിൽ ഈ പടയപ്പയുടെ അവസ്ഥ എന്താണ്? ശരിക്കും നമ്മൾ ഒരു പ്രകോപിതനാണോ അതോ ആൾക്കാരുടെ ഒരു സാന്നിധ്യമാണോ അതിനെ പ്രകോപിക്കുന്നത്? അല്ല, പടയപ്പ അങ്ങനെ പ്രകോപിതനല്ല, പിന്നെ മസ്തിലാണ്. അപ്പോൾ മസ്തില് ആയ ഒരു ആനയ്ക്കുണ്ടാകുന്ന ശാരീരികവും അല്ലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പടയപ്പയ്ക്കും ഉണ്ട്. പക്ഷെ അത് ഇതുവരെ അങ്ങനെ ഓവർ അഗ്രസീവ്നെസ് ഇതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ RRT സംഘം എപ്പോഴും അതിനോടൊപ്പം ഉണ്ട്. അതിൻ്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുവരെ അങ്ങനെ ഒരു എന്താണ് പറഞ്ഞാൽ ഒരു കൂടുതൽ തരത്തിലുള്ള ആക്രമണ സ്വഭാവം ഇതുവരെ കാണിച്ചിട്ടില്ല. വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ നേരിടുന്ന മേഖലകളിൽ ഒന്നാണ് മൂന്നാർ. അവിടെ 24 മണിക്കൂറും പ്രവർത്തന സജ്ജരായിട്ട് നമ്മുടെ RRT ടീമുണ്ട്. അപ്പം നിലവിലെ ഡ്യൂട്ടിയിലാണ്. അവരുടെ ഡ്യൂട്ടിക്കിടയിലെ കുറച്ച് സമയം നമുക്ക് അവരുടെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സാറേ? നിങ്ങൾ എങ്ങനെയാണ് ഫീൽഡിൽ നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ്? ഫീൽഡിൽ കൂടുതൽ നമ്മൾ ആനയുടെയോ അല്ലെങ്കിൽ കടുവയുടെയോ സാന്നിധ്യം അറിയുമ്പോൾ നമ്മൾ പെട്ടെന്നുള്ള റെസ്പോൺസാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അപ്പം ആനകൾ എവിടെയെങ്കിലും ഉണ്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻ തരാൻ നമ്മുടെ ഫീൽഡിൽ ആൾക്കാരുണ്ട്. അതുകൂടാതെ നാട്ടുകാരുടെ സഹകരണമുണ്ട്, കമ്പനി സ്റ്റാഫിൻ്റെ സഹകരണമുണ്ട്. അങ്ങനെ എല്ലാ സഹകരണത്തോടെ ആന എത്തുന്ന ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ എത്തുക, അവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തന ശൈലി. ഇപ്പം പ്രശ്നമില്ലാത്തൊരു മേഖലയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് വീക്ഷിച്ചുകൊണ്ട് മാത്രം ഇരിക്കുക, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കുഴപ്പമില്ലെങ്കിൽ അവിടെ നിർത്തിയേക്കുക. ഇനി അല്ല, നമ്മുടെ മെയിൻ റോഡിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പം മാത്രം ആനയെ ഡ്രൈവ് ചെയ്ത് വേറെ എങ്ങോട്ടും മാറ്റാൻ ശ്രമിക്കുക. ഇപ്പം പെട്ടെന്ന് എത്തിപ്പെടാനായിട്ട് ഈ ഒരു മൂന്നാറിലെ പ്രത്യേകിച്ച് വീക്കെൻഡുകളിലെ ട്രാഫിക് ഒക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തീരാറുണ്ടോ? ട്രാഫിക് തീർച്ചയായും ഇവിടെ തിരക്കുള്ള മേഖലയാണ്. അതുകൊണ്ട് മൂന്നാർ ടൗൺ വിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ കുറച്ച് ചില സമയങ്ങളിൽ പീക്ക് ടൈമിൽ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്.
എങ്കിലും നമ്മുടെ സൈറിന് വെച്ചൊക്കെ പോകുമ്പോൾ ആൾക്കാർ മാക്സിമം സഹകരിച്ച് ഒഴിവായി തരാറുണ്ട്. പിന്നെ പോലീസുകാർ നല്ലൊരു സാറിന് നമുക്ക് കിട്ടാറുണ്ട്, അതുകൊണ്ട് ഒത്തിരി എഫക്ട് ചെയ്യാറില്ല. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇപ്പൊ ആനകള് വരുവാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ നിരീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സുരക്ഷിതത്വം കൂടെ നോക്കേണ്ടതാണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ മിനിമം ഏകദേശം ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ടേ നിൽക്കാറുള്ളൂ ആനയിൽ നിന്ന്, അങ്ങനെ നിരീക്ഷിക്കാറുള്ളൂ. നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ ഒരു 100 മീറ്ററെങ്കിലും കുറഞ്ഞൊരു 100 മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് ഇട്ട് നിർത്താറുള്ളൂ. അതിലപ്പുറം ആരെയും പോകാൻ അനുവദിക്കാറില്ല. ഞങ്ങളാളും അതിലപ്പുറം പോകാറില്ല. ഇപ്പൊ പടയപ്പ മതപ്പാടിലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ വിനോദസഞ്ചാരികൾ വരും, പ്രത്യേകിച്ച് ട്രെൻഡിങ്ങിലാണ് ആളിപ്പോ. അപ്പം വിനോദസഞ്ചാരികൾ വരുമ്പോഴായാലും ഈ മതപ്പാടെന്നുള്ള വാക്കൊന്നും ആർക്കും കിട്ടില്ല, പ്രത്യേകിച്ച് പടയപ്പ ട്രെൻഡിങ്ങിലാണ് എന്നുള്ളൊരു സംഭവമാണ്. അപ്പം എങ്ങനെയാണ് അവരുടെ ഒരു സമീപനം എങ്ങനെയാ ആനയെ പ്രകോപിതനാക്കാനുള്ള ഒരു? ആൾക്കാർ ഇപ്പോൾ കുറച്ചുകൂടെ അവർക്ക് വിവരമൊക്കെ ലഭിച്ചു തുടങ്ങി. അവർക്കറിയാം അധികം ആനയെടുത്ത് പോരുത്, നമ്മളോട് കുറച്ചുകൂടെ സഹകരിച്ച് തുടങ്ങി. ആൾക്കാരാളും നാട്ടുകാരാളും നമ്മൾ പറയുന്നത് അവർ അംഗീകരിക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിൻ്റെ ഭവിഷ്യത്തുള്ള അപകടാവസ്ഥ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്നതനുസരിച്ച് അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ കാണാറില്ല. എല്ലാവരും വന്ന് കാണാറുണ്ട്, കാണുന്നതിന് നമ്മൾ തടസ്സം പറയാറുമില്ല. ഒരു സേഫ് ഡിസ്റ്റൻസിനുള്ള വരുന്നവർ വിനോദസഞ്ചാരികളും നാട്ടുകാരാണ് എല്ലാവരും അതിനെ കാണാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു അപകടാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം ആൾക്കാരോട് മാറിപ്പോകാൻ പറയും, അത് അവർ കേൾക്കാറുണ്ട്. വളരെ കുറച്ച് ചുരുക്കം ആൾക്കാർ മാത്രമേ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാറുള്ളൂ. നിലവില് ഡ്യൂട്ടിയിൽ നിൽക്കുവാണ്, അപ്പം അത് ആ ഒരു സാഹചര്യം തന്നെ ഏത് ആനയാണെന്ന് നിലവില് നമ്മള് ആ കാട്ടാനയ്ക്ക് നമ്മൾ പേരിടാറില്ല. നമുക്ക് പടയപ്പയില്ല, അങ്ങനെയില്ല, നമുക്ക് കാട്ടാന മാത്രം. ഈ പടയപ്പൊക്കെ ആൾക്കാർ കൊടുത്ത തീർച്ചയായും അത് നാട്ടുകാരുടെ പേരാ, നമ്മളങ്ങനെ പറയരുതെന്നാണ് നമ്മളോട് കിട്ടിയ നിർദ്ദേശങ്ങൾ. അപ്പൊ നമ്മള് കാട്ടാനെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നു, അത്ര പറയുള്ളൂ. പിന്നെ ഇപ്പൊ നിലവിൽ കുറ്റിയാർവാലി ഭാഗത്ത് ഒരു കൂട്ടം ആനയുണ്ട്, അതിനെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. അവിടെ 3-4 ഭാഗത്ത് നിലവിലുണ്ട്. നമ്മൾ നമ്മുടെ സാധനങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളെങ്ങനെ സഹകരിച്ച് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് കൂടുതൽ ആൾക്കാരെ വേണ്ട സ്ഥലത്ത് അങ്ങോട്ട് പോവുക, അത്രേ ഉള്ളൂ. ഇപ്പൊ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അതെ, ഈ ഒരു ഭാഗത്ത് ഈ RRT സേവനം നടത്തുമ്പോൾ ഇത് നിങ്ങള് പെട്ടിമുടി RRT ആണ്, അല്ലാതെ മൂന്നാർ RRT ഉണ്ടോ? അതെ, ഞങ്ങളുടെ മൂന്നാർ റേഞ്ചിലുള്ള ഇന്റേണൽ RRT ആണ് ഞങ്ങളുടെ. അത് കൂടാതെ ദേവികുളം ഡിവിഷനിലെ മൂന്നാർ ഒരു RRT ഉണ്ട്. മെയിനായിട്ട് ഒരു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജയൻ സാറിന്റെ നേതൃത്വത്തിൽ RRT ഉണ്ട്. ആ സംഘം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരെ ആനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര അംഗങ്ങളുണ്ട് ഈ ടീമിൽ? ഈ ടീമില് 10 പേരുണ്ട് നിലവിൽ ഞങ്ങളുടെ RRT തന്നെ. നിങ്ങളുടെ കയ്യിൽ ഈ എന്തൊക്കെ സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും പോകുന്ന സമയത്തുള്ളത്? ഓക്കെ, ഞങ്ങള് മെയിനായിട്ട് 12 ബോർ ഗണ്ണുണ്ട്. കൂടാതെ നമ്മുടെ ഏറ്റവും വലിയ ആയുധം ഈ സാധനമാണ്, വാക്കി ടോക്കിയാണ്. ഇത് വെച്ചാണ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഏറ്റവും പ്രധാനം. ആൾക്കാരെ നിയന്ത്രിക്കുക, അതനുസരിച്ച് നമ്മുടെ ആനയുടെ ലൊക്കേഷൻ നിയന്ത്രിക്കുക, നിരീക്ഷിക്കുക, അതനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെയുള്ളത് അത്യാവശ്യ ഘട്ടങ്ങൾ ഉപയോഗിക്കാൻ പടക്കങ്ങളുണ്ട്, പിന്നെ റോക്കറ്റുകൾ. അത് നമ്മൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ 12 ബോർ ഗണ്ണും പടക്കങ്ങളൊക്കെ ഉപയോഗിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല. പൊതുവെ ആൾക്കാരെ മാറ്റി നിർത്തുക, ആനയ്ക്ക് സുരക്ഷിതമായിട്ട് കടന്നു പോകാൻ വഴിയൊരുക്കുക, ആ ലക്ഷ്യമുള്ളൂ. 24 മണിക്കൂറും കർമ്മനിരതരായിട്ട് പ്രവർത്തിക്കുന്ന RRT ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം നമ്മുടെ സുരക്ഷയ്ക്കായിട്ട് നിരീക്ഷണങ്ങളൊക്കെ സജ്ജമാക്കി അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ, അതായത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാക്കി ടോക്കിയാണ്, കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും വലുത്. അപ്പോൾ അവര് 24 മണിക്കൂറും നിരീക്ഷണത്തിനായിട്ടുണ്ട്. ബാക്കി നമ്മളാണ് നോക്കേണ്ടത്, വിനോദസഞ്ചാരികളാണ് നോക്കേണ്ടത്. അപ്പോൾ സ്പോട്ട് റിപ്പോർട്ടിൽ അടുത്തൊരു റിപ്പോർട്ടുമായിട്ട് വീണ്ടും കാണാം. സെൽവരാജിനൊപ്പം പൂജ.